അടുത്ത പോയിന്റ് നമ്മൾ ചിന്തിക്കുന്നത് അപ്പോസ്തലിക കാലഘട്ടത്തിന് ശേഷമുള്ള കാലം മുതൽ 3-ാം നൂറ്റാണ്ട് വരെയുള്ള ക്രിസ്തുമതത്തിന്റെ വളർച്ചയെക്കുറിച്ചാണ് ചിന്തിക്കാൻ പോകുന്നത്. നമുക്ക് ശ്രദ്ധിക്കാം. ഇത് ദിശകളിലായി വ്യാപിച്ചു കിടക്കുന്നതും അല്ലെങ്കിൽ വിവിധ ദേശങ്ങളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്നതും അതിനാൽ തന്നെ കൃത്യമായി രേഖപ്പെടുത്താൻ പ്രയാസകരവുമായ ഒന്നായിരുന്നു. ഈ കാലയളവിൽ ക്രിസ്തുമതം പ്രചരിപ്പിക്കുന്നതിൽ ബിഷപ്പുമാർ, പുരോഹിതന്മാർ, വിശ്വാസ സംരക്ഷകർ, അപ്പോളജിസ്റ്റ്, സഭയിലെ അധ്യാപകർ, അതിലുപരിയായി സാധാരണക്കാരായ ക്രിസ്ത്യാനികൾ എന്നിവർ നിർണായക പങ്ക് വഹിച്ചു. സഹവിശ്വാസികളോടും അവിശ്വാസികളോടും ക്രിസ്ത്യാനികൾ കാണിച്ച സ്നേഹവും പീഡനങ്ങളെ നേരിടുമ്പോൾ അവർ പ്രകടിപ്പിച്ച വിശ്വസ്തയും ധൈര്യവും അനേകരെ ക്രിസ്തുമതത്തിലേക്ക് ആകർഷിക്കാൻ കാരണമായി. അലക്സാണ്ട്രിയയിലെ ക്ലെമന്റ് സഭാചരിത്രകാരനായ യുസബീസ് ഇദ്ദേഹം AD 302 രചനകൾ നടത്തിയിട്ടുണ്ട്. എന്നിവരുടെ അഭിപ്രായ പ്രകാരം ഈജിപ്തിലെ അലക്സാണ്ട്രിയയിൽ ക്രിസ്തുമതം പരിചയപ്പെടുത്തിയത് വിശുദ്ധ മാർക്കോസ് ആണ്. യഹൂദന്മാർക്കും ഗ്രീക്കുമാർക്കും ഇടയിലാണ് ഇതിന്റെ തുടക്കം കുറിച്ചതെങ്കിലും ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ഈജിപ്തിന്റെ തലസ്ഥാനമായ അലക്സാണ്ട്രിയ ക്രിസ്തുമതത്തിന്റെ ഒരു പ്രധാന കേന്ദ്രമായി മാറി. ഒരു കാലഘട്ടത്ത് ജനമായിരുന്ന ഇസ്രായേൽ ജനത്തെ അടിമകളായി കൊണ്ടുപോയിരുന്നവരായിരുന്നു ഈജിപ്തുകാർ എന്ന് പറഞ്ഞ പഴയ പേര് ഇസ്രയേൽ. ഇന്ന് ഈജിപ്തിന്റെ തലസ്ഥാനമായ അലക്സാണ്ട്രിയ എന്ന് പറയുന്നത് ക്രിസ്തുമതത്തിന്റെ ഒരു പ്രധാന കേന്ദ്രമായി മാറി. AD 180 മുമ്പ് പാൻഡനേസ് ആണ് അലക്സാണ്ട്രിയൻ ദൈവശാസ്ത്ര വിദ്യാലയം സ്ഥാപിച്ചത്. 2-ാം നൂറ്റാണ്ടിൽ ക്രിസ്തുമതം വ്യാപിച്ച പ്രധാന മിഷണറി കേന്ദ്രങ്ങളിൽ ഒന്നായി അന്ത്യോക്യ നിലകൊണ്ടു. 1-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ തന്നെ ബിഥുനിയയിൽ ക്രിസ്തുമതം എത്തിയിട്ടുണ്ടാകാം. കാരണം 2-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ AD 111 മുതൽ 113 കാലയളവ് ബിഥുനിയയിലെ നഗരങ്ങളിലും പട്ടണങ്ങളിലും അതിവേഗം വർദ്ധിച്ചു വരുന്ന ക്രിസ്ത്യാനികളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനെ കുറിച്ച് പ്ലിനി ദ യങ്ങർ ചക്രവർത്തി ട്രജാനോട് ഉപദേശം തേടിയിരുന്നു. ഞാൻ ഈ വാക്കുകൾ ഇംഗ്ലീഷിൽ നിന്നൊരു ട്രാൻസ്ലേഷൻ വന്നിട്ടുള്ളതുകൊണ്ട് പ്രൊനൗൺസിയേഷനൊക്കെ വളരെ വ്യത്യാസമുണ്ട്. നിങ്ങളൊന്ന് തൽക്കാലം വായിച്ചു വിടുക. 2-ാം നൂറ്റാണ്ടിൽ എഡസയിൽ ഒരു ക്രിസ്തീയ സമൂഹം രൂപീകരിക്കപ്പെട്ടു. അബ്ഗാർ 9-ാമൻ രാജാവിന്റെ സുഹൃത്തായിരുന്ന ബാർഡേസാനസ് ആയിരുന്നു ഈ സമൂഹത്തിലെ പ്രമുഖ അംഗങ്ങളിൽ ഒരാൾ. AD 200 മസ്രോവീനിയയിലെ രാജാവായിരുന്ന അബ്ഗാർ 9-ാമൻ ക്രിസ്തുമതം സ്വീകരിച്ചു. ഞാൻ ഈ പേര് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നു. പേരിനകത്ത് ചെറിയ മാറ്റങ്ങൾ വരാം, ട്രാൻസ്ലേഷനകത്ത് ചെറിയ മാറ്റങ്ങൾ മലയാളത്തിലേക്ക് വരുമ്പോൾ മലയാളീകരിച്ചൊരു മാറ്റം ഉണ്ടാകും. അത് നിങ്ങൾ തൽക്കാലം വായിച്ചു വിടുക, ഞാൻ അതിന്റെ ക്രമീകരണം ചെയ്തുകൊള്ളാം. ഇതോടെ അദ്ദേഹത്തിന്റെ തലസ്ഥാനമായ എഡസ ക്രിസ്തുമത പ്രചാരണത്തിന്റെ സജീവമായ ഒരു കേന്ദ്രമായിട്ട് മാറി. അവിടെ ദേവാലയങ്ങൾ നിർമ്മിക്കപ്പെടുകയും ആദ്യമായി സുവിശേഷങ്ങൾ സുറിയാനി ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുകയും ചെയ്തു. ഇനി 3-ാം നൂറ്റാണ്ടിലെ എഡസയിലെ സഭ തങ്ങളുടെ സ്ഥാപകൻ യേശുവിന്റെ 72 ശിഷ്യന്മാരിൽ ഒരാളായി ആദ്ദായി ആണെന്ന് അവകാശപ്പെട്ടു. എഡസയിൽ നിന്നുള്ള മിഷണറിമാർ അർമേനിയയിലും പാർത്തിയൻ പ്രദേശങ്ങളിലും ക്രിസ്തുമതം പ്രചരിപ്പിച്ചു. 300-ൽ അർമേനിയയിലെ രാജാവായ ടെറിഡേറ്റ്സ് 3-ാമൻ ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുകയും ക്രിസ്തുമതത്തെ അതിന്റെ ദേശീയ മതമായി പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്തു. വടക്കേ ആഫ്രിക്കൻ പ്രവിശ്യ റോമിൽ നിന്ന് ക്രിസ്തുമതം സ്വീകരിക്കാനാണ് സാധ്യത. ആദ്യകാല ആഫ്രിക്കൻ ക്രിസ്തുമതം ഒരുപക്ഷെ ഉയർന്ന നിലവാരമുള്ള ഇറ്റാലിയൻ കുടിയേറ്റക്കാരിൽ ഉൾപ്പെട്ടിരിക്കാം. കാർത്തേജ് കേന്ദ്രമായ വടക്കേ ആഫ്രിക്കയിലെ പ്രവിശ്യകളിൽ ക്രിസ്തുമതം ഗണ്യമായി വർദ്ധിച്ചു. ആഫ്രിക്കൻ സഭ തുടക്കം മുതൽ തന്നെ ലാറ്റിൻ ഭാഷയിലാണ് ചിന്തിച്ചതും സംസാരിച്ചത്. 3-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ആഫ്രിക്കൻ ബിഷപ്പുമാരുടെ പദവികൾ നിലവിൽ വന്നു. ആഫ്രിക്കയിൽ വലിയ ഒരു ഉണർവാണ് സംഭവിച്ചത്. കാലഘട്ടങ്ങളിൽ ആഫ്രിക്കയിൽ ഒരുപാട് സുവിശേഷം പരക്കുവാനായിട്ട് ഇടയായി തോന്നുന്നു. സുവിശേഷീകരണത്തിൽ ഈ കാലഘട്ടങ്ങളിലും ആഫ്രിക്കൻ രാജ്യങ്ങൾ പലതും ക്രിസ്തീവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട്. അടുത്തത് AD 245 വടക്കേ ആഫ്രിക്കയിൽ 90 ബിഷപ്പുമാരും 303 ഏകദേശം 200 ബിഷപ്പ് ആസ്ഥാനങ്ങളും ബിഷപ്പറിക്കുകൾ ഉണ്ടായിരുന്നു. റോമിൽ പോപ്പ് കോർണേലിയോസ് 251 മുതൽ 253 വരെ തനിക്ക് കീഴിൽ 155 പുരോഹിതന്മാരും സഭയുടെ സംരക്ഷണയിലുള്ള 1500-ലധികം വിധവകളും നിരാലംബരുമായ ആളുകളും ഉണ്ടായിരുന്നുവെന്ന് അവകാശപ്പെട്ടിരുന്നു. 3-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ ഇറ്റാലിയൻ 150-ലധികം പുരോഹിതന്മാർ ഉണ്ടായിരുന്നു. ഇറ്റലിയിൽ 150-ലധികം പുരോഹിതന്മാർ ഉണ്ടായിരുന്നു. 6-ാം നൂറ്റാണ്ടിലെ ചരിത്രകാരനും ടോഴ്സിലെ ബിഷപ്പുമായ വിശുദ്ധ ഗ്രിഗറി രേഖപ്പെടുത്തുന്നത് പ്രകാരം 250-ൽ 7 റോമൻ ബിഷപ്പുമാർ ഗൗളിലേക്ക് ഫ്രാൻസ് വരികയും അവിടെ ഓരോരുത്തരും പുതിയ ക്രൈസ്തവ സമൂഹങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു. ടോർസിൽ ഗാഷിയൻ, ആർലെസിൽ ട്രോഫിമസ്, നർബോണിൽ പോൾ, ടുലൂസിൽ സാറ്റേണിനസ്, പാരീസിൽ ഡെനിസ്, ക്ലമോണ്ടിൽ ഓസ്ട്രോമോണിയസ്, ലിമോഗസിൻ, മാർഷ്യൽ എന്നിവരായിരുന്നു അവർ. പേരുകൾ ഫോറിനേഴ്സിന്റെ പേരായതുകൊണ്ട് അല്പം പ്രയാസമുണ്ട്, ശ്രദ്ധിച്ച് ഒന്ന് വായിച്ചാൽ മതി. ഇവരുടെ പ്രവർത്തന ഫലമായി 3-ാം നൂറ്റാണ്ടിൽ ഗൗളിൽ ബിഷപ്പ് ആസ്ഥാനങ്ങളുടെ എണ്ണം വർദ്ധിച്ചു. അത്ഭുത പ്രവർത്തകനായ
ഗ്രിഗറി തോമാർ തുർക്കസ് ഒരു മിഷണറിയായി നിയോ സീസറിയയിലേക്ക് പോയപ്പോൾ അവിടെ 17 ക്രൈസ്തവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെന്നും എന്നാൽ 270 അദ്ദേഹം മരിക്കുമ്പോൾ അവിടെ 17 അക്രൈസ്തവർ മാത്രമേ അവശേഷിച്ചിരുന്നുള്ളൂ പാരമ്പര്യം പറയുന്നു. 2-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ബ്രിട്ടനിൽ ക്രൈസ്തവ മതം എത്തിച്ചേർന്നു എന്ന് ടർട്ടൂലിയൻ 160 മുതൽ 220 വരെയുള്ള കാലഘട്ടങ്ങളിൽ അഭിപ്രായപ്പെടുന്നു. AD 300 ലോവർ ഡാന്യൂബ് റൊമാനിയ എന്ന് പറയുന്ന ദേശമാണ്. പ്രദേശത്ത് ഒരു ഗോത്തിക് ദേശീയ സഭ രൂപം കൊണ്ടു. 250കളിൽ ഗോത്തിക് അധിനിവേശക്കാരാൽ കുടിയൊഴിപ്പിക്കപ്പെട്ട ഏഷ്യ മൈനറിലെ ഗ്രീക്ക് ക്രൈസ്തവരിൽ നിന്നാണ് ഇതിന്റെ ഉത്ഭവം. 3-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ഏഷ്യ മൈനർ, അർമേനിയ, മാസിഡോണിയ, ഗ്രീസ്, ഇറ്റലി, ഫ്രാൻസ്, സ്പെയിൻ, വടക്കേ ആഫ്രിക്ക, ഈജിപ്റ്റ്, സിറിയ എന്നിങ്ങനെ റോമൻ സാമ്രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും അതിനപ്പുറത്തേക്കും ക്രൈസ്തവ മതം വ്യാപിച്ചു. 1-ാം നൂറ്റാണ്ടിൽ ദരിദ്രരുടെ മതമായിരുന്ന ക്രൈസ്തവ മതം 3-ാം നൂറ്റാണ്ടിന്റെ അവസാനമായപ്പോഴേക്കും കേവലം ദരിദ്രരുടെ മതം എന്ന നിലയിൽ നിന്ന് മാറി. സാമ്രാജ്യത്വ കൊട്ടാരങ്ങളിലെയും ഭരണകൂടത്തിലെയും പലരും ക്രൈസ്തവ മതം സ്വീകരിച്ചു. 3-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ നഗര കേന്ദ്രീകൃതമായിരുന്ന ക്രൈസ്തവ മതം ഗ്രാമീണ മേഖലകളിലേക്കും വ്യാപിച്ചു. ചിലയിടങ്ങളിൽ 3-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള നഗരങ്ങൾ നിലനിന്നിരുന്നതായി കാണപ്പെടുന്നു. ഇതുവരെ നമ്മൾ ചിന്തിച്ചത് വിദേശ രാജ്യങ്ങളെ കുറിച്ചുള്ളതായിരിക്കുന്ന ഒരു പഠനമായിരുന്നുവെങ്കിൽ അടുത്തത് ഇന്ത്യയിലെ ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഉത്ഭവത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക. 1952 ഡിസംബർ 31 അപ്പോസ്തലനായ തോമസ് ലീഹയുടെ ഇന്ത്യ സന്ദർശനത്തിന്റെ 19ാം ശതാബ്ദി ആഘോഷവേളയിൽ പിയൂസ് 12 മാർപ്പാപ്പ ഇപ്രകാരം പറഞ്ഞു: അപ്പോസ്തലൻ ഇന്ത്യയിൽ എത്തിയിട്ട് 1900 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ AD 52 ആരിവിടെ വന്നിട്ടുണ്ടായിരിക്കണം? തോമസ് ലീഹ വന്നിട്ടുണ്ടായിരിക്കണം. 1900 വർഷങ്ങൾ പിന്നിട്ടു എന്ന് പറയുമ്പോൾ കണക്കപ്രകാരമാണ്. പാശ്ചാത്യ ലോകവുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ട കാലഘട്ടങ്ങളിലും പലവിധ പ്രതിസന്ധികൾക്കിടയിലും അദ്ദേഹം രൂപീകരിച്ച ക്രൈസ്തവ സമൂഹങ്ങൾ അദ്ദേഹം അവശേഷിപ്പിച്ച പൈതൃകം അതേപടി കാത്തുസൂക്ഷിച്ചു. പ്രിയമക്കളെ, തോമ ക്രിസ്ത്യാനികൾ എന്ന പേരിൽ അഭിമാനം കൊള്ളുന്ന നിങ്ങളിൽ പലർക്കും ഈ അപ്പോസ്തോലിക പാരമ്പര്യം ഒരു അഭിമാനകരമായ പദവിയാണ്. ഈ അവസരത്തിൽ അത് അംഗീകരിക്കുന്നതിലും അതിന് സാക്ഷ്യം വഹിക്കുന്നതിലും ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. 1955 ഡിസംബർ 18 ന്യൂഡൽഹിയിൽ നടന്ന വിശുദ്ധ തോമസ് ലീഹ ദിനാഘോഷ വേളയിൽ അന്നത്തെ ഇന്ത്യൻ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇപ്രകാരം പറഞ്ഞു: യൂറോപ്പിലെ പല രാജ്യങ്ങളിലും ക്രൈസ്തവ വിശ്വാസം സ്വീകരിക്കുന്നതിന് വളരെ മുമ്പ് തന്നെ വിശുദ്ധ തോമസ് ലീഹ ഇന്ത്യയിൽ എത്തിയിരുന്നു. അതിനാൽ അദ്ദേഹത്തിൽ നിന്ന് തങ്ങളുടെ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച ഇന്ത്യക്കാർക്ക് പല യൂറോപ്യൻ രാജ്യങ്ങളിലെയും ക്രൈസ്തവരെക്കാൾ പഴക്കമേറിയ ചരിത്രവും ഉന്നതമായ പാരമ്പര്യമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായെന്ന് കരുതുന്നു. പല യൂറോപ്യൻ, നമ്മൾ ആദ്യം പഠിച്ചതൊക്കെ ആഫ്രിക്ക, മറ്റു രാജ്യങ്ങൾ, യൂറോപ്യൻ കൺട്രീസിലൊക്കെ സുവിശേഷം എത്തിയത് ഏത് സമയത്താണെന്ന് നമ്മൾ കണ്ടു. എന്നാൽ അതിനു മുൻപേ AD 52 ആരിവിടെ വന്നു? തോമസ് ലീഹ ഇന്ത്യയിൽ വന്നു എന്നാണ് ചരിത്രം പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ മറ്റ് പല ഏഷ്യൻ രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും ആഫ്രിക്കൻ രാജ്യങ്ങളിലും സുവിശേഷം എത്തുന്നതിന് മുൻപേ ഇന്ത്യയിൽ സുവിശേഷം എത്തി എന്നുള്ളതാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ ഇന്ത്യ സുവിശേഷം അറിഞ്ഞത് AD 52 അതിനർത്ഥം. അപ്പോൾ ഇന്ത്യയിലെ ക്രൈസ്തവ വിശ്വാസത്തിന് ക്രൈസ്തവ മതത്തോളം തന്നെ പഴക്കമുണ്ടെന്ന് പറയപ്പെടുന്നു. AD 68 വിശുദ്ധ പത്രോസ് റോമിൽ എത്തുന്നതിന് വളരെ മുമ്പ് തന്നെ ക്രൈസ്തവ വിശ്വാസം ഇന്ത്യയിൽ എത്തിയിരുന്നു. AD 68 പത്രോസ് എവിടെ എത്തുന്നത്? റോമിൽ എത്തുന്നത്. എന്നാൽ AD 52 തോമസ് ലീഹ ഇന്ത്യയിൽ എത്തിയെന്ന് പ്രകാശപ്പെടും. അപ്പോൾ റോമിൽ സുവിശേഷം ക്രിസ്ത്യാനികൾ ഉണ്ടാകുന്നതിന് മുൻപേ ഇന്ത്യയിൽ എന്തുണ്ടായി? ക്രിസ്ത്യാനികൾ ഉണ്ടായി എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം. യേശു ക്രിസ്തുവിന്റെ 12 അപ്പോസ്തലന്മാരിൽ ഒരാളായ വിശുദ്ധ തോമസ് ലീഹ ആണ് ഇന്ത്യയിൽ ക്രൈസ്തവ സന്ദേശം എത്തിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ആദ്യ നൂറ്റാണ്ടുകളിൽ നിന്നുള്ള രേഖകളുടെ അഭാവം കാരണം ഈ അവകാശവാദത്തിന് ചരിത്രപരമായ തെളിവുകളൊന്നും ലഭ്യമല്ല. ചരിത്രപരമായിരിക്കുന്ന വേണ്ടത്ര തെളിവുകളൊന്നും തോമസ് ലീഹ ഇന്ത്യയിൽ വന്നു എന്നുള്ളതിന് കൃത്യമായ തെളിവുകളില്ല എന്നുള്ളതാണ് ഒരു പോരായ്മ ഇതിനകത്തുള്ളത്. ഈ പാരമ്പര്യത്തെക്കുറിച്ചുള്ള ഏറ്റവും പഴയ രേഖകൾ 3-ാം നൂറ്റാണ്ടിലേതാണ്. എന്നാൽ അവ നേരിട്ടുള്ളതോ വിശദമായതോ ആയ രേഖകളല്ല, മറിച്ച് മറ്റു കാര്യങ്ങൾ എഴുതുമ്പോൾ നടത്തിയ പരാമർശങ്ങൾ മാത്രമാണ്. പരിമിതമായ രേഖകൾക്ക് പുറമെ വിശുദ്ധ തോമസ് ലീഹയുടെ പ്രവർത്തന മേഖലയായിരുന്ന ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് കേരളത്തിലെ തോമാ ക്രിസ്ത്യാനികൾക്കിടയിൽ നിലനിൽക്കുന്ന വാമൊഴി പാരമ്പര്യവും ഇതിനെ പിന്തുണയ്ക്കുന്നു. ക്രൈസ്തവർ മാത്രമല്ല, അവരുടെ അയൽക്കാരായ അക്രൈസ്തവരും ഈ പാരമ്പര്യം അംഗീകരിക്കുന്നുണ്ട്. കേരളത്തിൽ തോമസ് ലീഹ വന്നു എന്ന് പറയപ്പെടുന്നത് മലയാറ്റൂരാണ്. അതായത് എറണാകുളം ജില്ലയുടെ വടക്ക് കിഴക്ക് പ്രദേശമാണ് മലയാറ്റൂര്. ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് കൂടി വന്നാൽ ഒരു 20 കിലോമീറ്റർ ദൂരം മാത്രമേ ഈ പറയുന്ന മലയാറ്റൂർ എന്ന് പറയുന്ന സ്ഥലം. മലയാറ്റൂര് മലയുടെ മുകളിൽ പള്ളിയുണ്ട്. പക്ഷേ ആ കാലഘട്ടങ്ങളിൽ, ഈ പറയുന്ന AD 52 കാലഘട്ടങ്ങളിലൊക്കെ അതൊക്കെ ഇപ്പോഴും ആരെയും പുലിയും ഒക്കെ ഉള്ള പ്രദേശമാണ്. അപ്പോൾ ആ കാലഘട്ടം എന്ന് പറയുന്നത് അത് ഈ പറയുന്നത് പോലെ ഒരു വനപ്രദേശം തന്നെയായിരുന്നു. അന്ന് തീർത്തും വനമായിരുന്നു, ജനവാസമൊന്നും ഇല്ലാത്ത പ്രദേശമായിരുന്നു എന്നുള്ളതാണ് ആ പ്രദേശത്തുള്ള ആളുകൾ പറയുന്നത്. നമുക്കത് ക്രിസ്ത്യാനികളായതുകൊണ്ട് നമുക്കതിനെ എതിർത്ത് സംസാരിക്കാനും പറ്റത്തില്ല. എന്നാൽ അത് എത്രത്തോളം ആ സമയത്ത് തോമസ് ലീഹയുടെ മേളിൽ പോയി എന്നൊക്കെ പറയുന്നത് നമുക്ക് അത്രത്തോളം ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കാര്യമല്ല. എങ്കിലും എനിവേ എന്തുമാകട്ടെ, തോമസ് ലീഹ വന്നു ഇത് തന്നെ നിൽക്കട്ടെ, അതാണല്ലോ നല്ലത്. അപ്പോ നമ്മൾ പലപ്പോഴും ഈ ഡൗട്ട് തോമ എന്ന് സെന്റ് തോമസിനെ കുറിച്ച് പറയാറുണ്ട്, അല്ലെ? തോമസ് ലീഹയെ കുറിച്ച്, ദിദിമോസ് എന്ന തോമസ്. എന്നാൽ എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ വിളിക്കുന്നത്?
എന്തുകൊണ്ടാണ് സംശയാലുവായ തോമ എന്ന് വിളിക്കുന്നത്? അതിന് ഇത്രേ ഉള്ളൂ കാരണം, കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ തോമസ് കർത്താവിനോട് പറഞ്ഞു, നിന്റെ ആ ആണിപ്പാടുകളിൽ വിരലിട്ടെങ്കിൽ മാത്രമേ ഞാൻ വിശ്വസിക്കത്തുള്ളൂ എന്ന് താൻ അവകാശപ്പെടുക. അപ്പോൾ കർത്താവ് തന്റെ ആണിപ്പാടുകൾ കാണിച്ചു കൊടുത്തു. അതിൽ തോമസ് വിരലിട്ട് കർത്താവിനെ തിരിച്ചറിഞ്ഞു. എന്നാൽ ആ ഭാഗത്ത് നമ്മൾ അതിന്റെ ഒരു ചരിത്രം പഠിക്കുമ്പോൾ കർത്താവ് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ തോമസ് കണ്ടില്ല എന്നുള്ളൊരു ചരിത്രം കൂടെ നമ്മൾ അതിനകത്ത് കാണുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. അപ്പോൾ മറ്റു ശിഷ്യന്മാർ യേശുവിനെ കണ്ട സമയത്ത് തോമസ് കണ്ടില്ല എന്നുള്ളതായിരിക്കുന്ന ഒരു പഠനം കൂടി അതിനകത്തുണ്ട്. അതുകൊണ്ടാണ് തോമസ് മറ്റു ശിഷ്യന്മാർ യേശു ആണെന്ന് പറയുമ്പോഴും തോമസ് എന്ത് ചെയ്തു, ഞാൻ ആ വിരൽ ഒന്ന് അണിപ്പതിൽ ഇട്ടാൽ മാത്രമേ വിശ്വസിക്കത്തുള്ളൂ എന്ന് താൻ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ന് പറയുന്നത് തോമസിനെ ഡൗട്ട് തോമ എന്ന് വിളിക്കുന്നത്. അത് നോട്ടിലുള്ളതല്ല, ഞാനൊരു കാര്യമായിട്ട് അങ്ങ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അടുത്ത് നമ്മൾ ചിന്തിക്കുന്നത് സെന്റ് തോമസിന്റെ ഇന്ത്യയിലേക്കുള്ള ശുശ്രൂഷയെക്കുറിച്ച് വ്യത്യസ്ത വീക്ഷണങ്ങളുണ്ട്. അവയെക്കുറിച്ച് നമ്മൾ പരിശോധിക്കുകയാണ്. ഒന്ന്, ഫാദർ ജെ ഡാൽമാൻ, ജി മിൽനെ തുടങ്ങിയ പണ്ഡിതന്മാർ സെന്റ് തോമസ് ദക്ഷിണേന്ത്യയിൽ ശുശ്രൂഷ ചെയ്തിട്ടില്ലെന്നും വടക്കേ ഇന്ത്യയിൽ മാത്രമാണ് ശുശ്രൂഷ ചെയ്തതെന്നും വാദിച്ചു. രണ്ട്, സിറിയൻ പണ്ഡിതന്മാരായ എം ഫിലിപ്പ്, കെ ഡാനിയേൽ എന്നിവർ തെക്കൻ അപ്പോസ്തലത്വത്തെ പ്രതിരോധിക്കുകയും അപ്പോസ്തലന്റെ വടക്കേ ഇന്ത്യ സന്ദർശനത്തെ നിഷേധിക്കുകയും ചെയ്യുന്നു. മൂന്ന്, ജെ ഫാർക്കർ, യൂജിൻ കാർ, ബിഷപ്പ് മെള്ളിക്കോട്ട് തുടങ്ങിയ ചില പണ്ഡിതന്മാർ സെന്റ് തോമസ് വടക്കേ ഇന്ത്യയിലും ദക്ഷിണേന്ത്യയിലും സന്ദർശിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഈ പണ്ഡിതന്മാർ സെന്റ് തോമസിന്റെ വടക്കേ ഇന്ത്യയും ദക്ഷിണേന്ത്യയും എന്ന അപ്പോസ്തലത്വത്തിന് തുല്യ പ്രാധാന്യം നൽകുന്നു. മൂന്ന് അഭിപ്രായമാണ് നമ്മൾ ഇതുവരെ കണ്ടത്. നാലാമത്തേത്, ഡില്ലേമോണ്ട്, ജെയിംസ് ഹഫ്, സർ ജോൺ കെയ്ൻ തുടങ്ങിയ ചില പണ്ഡിതന്മാർ സെന്റ് തോമസ് ഒരിക്കലും ഇന്ത്യ സന്ദർശിച്ചിട്ടില്ലെന്ന് അഭിപ്രായപ്പെടും. യാത്രാ സാധ്യതകൾ കാരണം ഒരു പാലസ്തീൻകാരന് ഇന്ത്യ സന്ദർശിക്കാൻ ഒരിക്കലും കഴിയുമായിരുന്നില്ല എന്ന അനുമാനത്തെ അടിസ്ഥാനമാക്കി ഉള്ളതിനാൽ ഈ വീക്ഷണത്തിന് വലിയ പ്രാധാന്യം നൽകുന്നില്ല. എന്നാൽ ചരിത്രരേഖകൾ പുറത്തു വരുന്നതോടെ ഈ കാഴ്ചപ്പാട് പൂർണ്ണമായും നിരാകരിക്കപ്പെടുന്നു. സെന്റ് തോമസ് പാരമ്പര്യം. AD 52 സെന്റ് തോമസ് ഇന്ത്യയിലെത്തി അവിടെ ശുശ്രൂഷിക്കുകയും രക്തസാക്ഷിത്വം അനുഭവിക്കുകയും ചെയ്തുവെന്ന് പൊതുവെ വിശ്വസിക്കപ്പെടുന്നു. മലബാറിലെ സുറിയാനി ക്രിസ്ത്യാനികളുടെ സ്ഥിരം പാരമ്പര്യമാണിത്. മൈലാപ്പൂരിലും പടിഞ്ഞാറൻ രാജ്യങ്ങളിലും സെന്റ് തോമസിന്റെ ശവകുടീരത്തിന്റെ സാന്നിധ്യം. സെന്റ് തോമസുമായി ബന്ധപ്പെട്ട പാരമ്പര്യം ഇവയാണ്. ഒന്ന്, മലബാർ പാരമ്പര്യം. 2, പാശ്ചാത്യ പാരമ്പര്യം. C, മൈലാപ്പൂർ പാരമ്പര്യം. അപ്പോൾ ഈ കാണുന്ന രേഖകളൊക്കെ സെന്റ് തോമസ് കൂടെ വന്നുവെന്നും വന്നില്ല എന്നും രണ്ട് നിലകളിൽ വിലയിരുത്തുന്ന ഭാഗങ്ങളാണ്. നമ്മുടെ പഠന സൗകര്യാർത്ഥമാണ് ഇതെല്ലാം പഠിക്കുന്നതെന്ന് നിങ്ങൾ പഠിതാക്കളായിരിക്കുന്ന നിങ്ങൾ പ്രത്യേകിച്ച് അത് മനസ്സിലാക്കണമെന്ന് ഞാൻ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി അതിന്റെ ഒന്ന് വിശദീകരണത്തിലേക്ക് പോകാം. ഒന്ന്, മലബാർ പാരമ്പര്യം. എന്താണ് മലബാർ പാരമ്പര്യം? നമുക്ക് നോക്കാം. ഈ പാരമ്പര്യം ഇന്ത്യൻ പാരമ്പര്യം എന്നും അറിയപ്പെടുന്നു. സെന്റ് തോമസിന്റെ മലബാർ ക്രിസ്ത്യാനികൾക്കിടയിലും ഒരു പരിധിവരെ അവരുടെ ക്രിസ്ത്യൻ ഇതര അയൽക്കാർക്കിടയിലും ഈ പാരമ്പര്യം തലമുറകളായി വാമൊഴിയായി കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ പാരമ്പര്യത്തെക്കുറിച്ച് ആഫ്രിക്കയുടെ വടക്കിഴക്കൻ തീരത്ത് അറബിക്കടലിലെ ഒരു ദ്വീപായ സൊക്കോത്ര സന്ദർശിച്ച ശേഷം സെന്റ് തോമസ് കടൽ വഴി വന്ന് AD 52 പേരിനകത്ത് ഒരു വ്യത്യാസമുണ്ട്. ക്രാങ്ങന്നൂരിൽ എന്നുള്ളതിന് വേറെ വ്യത്യാസമുണ്ട്. പെട്ടെന്ന് ഞാൻ പേര് മറന്നു. മലയാളത്തിൽ മറ്റൊരു പേരാണ്, ഞാൻ ഇതിൽ പറയും. എത്തിച്ചേർന്നു. അവിടെ സ്ഥിരതാമസമാക്കിയ ജൂത കോളനിയിലും അവരുടെ അയൽക്കാരിലും അദ്ദേഹം സുവിശേഷം പ്രസംഗിച്ചുവെന്ന് പറയപ്പെടുന്നു. അദ്ദേഹം ഏതാനും ഉയർന്ന ജാതിക്കാരായ ഹിന്ദു കുടുംബങ്ങളെ മതപരിവർത്തനം ചെയ്യുകയും മാരിയങ്കര, പരൂർ, ലോകമംഗലം, നിരണം, ചായൽ, കൊയിലോൺ എന്നിവിടങ്ങളിൽ പള്ളികൾ സ്ഥാപിക്കുകയും ചെയ്തു. ഇതിൽ 4 ഇന്നും സഭ നിലനിൽക്കുന്നു. നമുക്കറിയാം, നിരണം ഭാഗത്ത് പോയിട്ടുള്ളവർ, തിരുവല്ല നിരണം ഭാഗത്തുള്ളവർ ഇതിനകത്തുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, നിരണം പള്ളിയൊക്കെ ചരിത്രം ഉറങ്ങുന്ന ഒരു പള്ളിയാണ്. ചില പ്രമുഖ ബ്രാഹ്മണ കുടുംബങ്ങളിൽ നിന്നുള്ള പള്ളികൾക്കായി അദ്ദേഹം പുരോഹിതന്മാരെ നിയമിച്ചതായും പറയപ്പെടുന്നു. അതിനുശേഷം അദ്ദേഹം കൊറോമണ്ഡൽ തീരത്തേക്ക് മാറി ക്രിസ്ത്യൻ വിശ്വാസത്തിലേക്ക് പരിവർത്തനം ചെയ്തു. തുടർന്ന് ചൈനയിലേക്ക് കടന്ന് സുവിശേഷം പ്രസംഗിച്ചു. തുടർന്ന് അദ്ദേഹം മൈലാപ്പൂരിൽ കൊറോമണ്ഡലം തീരത്ത് ഇന്ത്യയിലേക്ക് മടങ്ങി. അദ്ദേഹത്തിന്റെ പ്രസംഗം ബ്രാഹ്മണരുടെ ശത്രുതയെ ഉണർത്തി. അവർ അദ്ദേഹത്തിനെതിരെ ഒരു കലാപം ഉയർത്തി. AD 72 അദ്ദേഹത്തെ കുന്തം കൊണ്ട് കുത്തി കൊലപ്പെടുത്തി. ഇന്ന് സെന്റ് തോമസ് പൗണ്ട് എന്നറിയപ്പെടുന്ന ചെറിയ മലയ്ക്ക് സമീപം അദ്ദേഹം രക്തസാക്ഷിത്വം വരിച്ചു. അദ്ദേഹത്തിന്റെ മൃതദേഹം മൈലാപ്പൂർ പട്ടണത്തിലേക്ക് കൊണ്ടുവന്ന് അദ്ദേഹം നിർമ്മിച്ച ഒരു പുണ്യ ദേവാലയത്തിൽ അടക്കം ചെയ്തു എന്നുള്ളതാണ് മൈലാപ്പൂറുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ മലബാർ പാരമ്പര്യം എന്ന വിഷയത്തോട് ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അടുത്തത് പാശ്ചാത്യ പാരമ്പര്യമാണ്. വെസ്റ്റേൺ ട്രഡീഷനെ കുറിച്ചാണ്. ഇത് യൂറോപ്യൻ പാരമ്പര്യം എന്നല്ല അർത്ഥമാക്കുന്നത്. കാരണം ക്രിസ്തുമതം ഇന്ത്യയിലെത്തിയ കാലഘട്ടത്തിൽ യൂറോപ്പിൽ ക്രിസ്തുമതം പ്രചരിച്ചിരുന്നില്ല. കാരണം AD 52 അതിനാൽ പാശ്ചാത്യ പാരമ്പര്യം എന്നത് മധ്യപൂർവേഷ്യൻ അല്ലെങ്കിൽ മെസോപ്പൊട്ടോമിയൻ പാരമ്പര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈ പാരമ്പര്യം അനുസരിച്ച് അക്കാലത്ത് നിലവിലുണ്ടായിരുന്ന വ്യാപാര പാതകളിലൂടെ സഞ്ചരിച്ച് 1-ാം നൂറ്റാണ്ടിൽ മധ്യത്തോടെ വിശുദ്ധ തോമസ് ഇന്ത്യയിലെത്തി. അദ്ദേഹം പാർഥിയയിലും ഇന്ത്യയിലും സുവിശേഷം പ്രസംഗിക്കുകയും രാജകുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരെ ക്രിസ്തുമതത്തിലേക്ക് നയിക്കുകയും ചെയ്തു. ഒടുവിൽ ഇന്ത്യയിൽ വച്ച് രക്തസാക്ഷിത്വം വഹിക്കുകയും അവിടെ തന്നെ അടക്കം ചെയ്യപ്പെടുകയും ചെയ്തു. പിന്നീട് അദ്ദേഹത്തിന്റെ ഭൗതിക അവശിഷ്ടങ്ങൾ പടിഞ്ഞാറോട്ട് കൊണ്ടുപോവുകയും അവിടെ സംസ്കരിക്കുകയും ചെയ്തു. 3-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ എഡസയിൽ സുറിയാനി ഭാഷയിൽ എഴുതപ്പെട്ട ആക്ട് ഓഫ് ജൂദാസ് തോമസ് എന്ന ഗ്രന്ഥമാണ് പാശ്ചാത്യ പാരമ്പര്യത്തിന്റെ അടിസ്ഥാനം. ഈ കൃതി പുതിയ നിയമത്തിലെ അപ്പോക്രിഫൻ ഔദ്യോഗികമായി അംഗീകരിക്കപ്പെടാത്ത
ഗ്രന്ഥങ്ങളുടെ പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ നിയമത്തിൽ ഉൾപ്പെടാത്തതായിരിക്കുന്ന അപ്പോക്രിഫ എന്ന് പറയുന്ന പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗത്തിലാണ് നമുക്കിത് ഈ പറയപ്പെടുന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് നമ്മുടെ പുതിയ നിയമത്തിൽ കാണാനായിട്ട് കഴിയുന്നത്. ഈ പുസ്തകം അനുസരിച്ച് ജെറുസലേമിൽ ഉണ്ടായിരുന്ന 12 ശിഷ്യന്മാർ തങ്ങൾ ഓരോരുത്തരും ഏത് രാജ്യക്കാരാണ്, ഏത് രാജ്യത്തേക്കാണ് പോകേണ്ടതെന്ന് തീരുമാനിക്കാൻ നറുക്കിട്ടു. തോമസിന് ലഭിച്ചത് ഇന്ത്യയായിരുന്നു. എന്നാൽ അത് ആ പുസ്തകം അപ്പോക്രിഫ എന്ന പുസ്തകത്തോട് ബന്ധപ്പെട്ടിട്ടാണ് ഈ പറയുന്ന ഭാഗം ഡീറ്റെയിൽസ് കാണുന്നത്. നമ്മുടെ വിശുദ്ധ ബൈബിളിൽ അത് രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് അവിടെ ആവശ്യപ്പെടുന്നത്. എന്നാൽ ആദ്യം അവിടേക്ക് പോകാൻ വിസമ്മതിച്ച അദ്ദേഹത്തെ യേശു ക്രിസ്തു നേരിട്ട് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ബോധ്യപ്പെടുത്തി. തുടർന്ന് ഒരു വ്യാപാരിയുടെ സഹായത്തോടെ ഗുണ്ടഫോറസ് രാജാവിന്റെ രാജ്യത്തെത്തിയ അദ്ദേഹം പാർത്തിയയിൽ തന്റെ സുവിശേഷ ശുശ്രൂഷ ആരംഭിച്ചു. ഗുണ്ടഫോറസ് രാജാവ് തനിക്കായി ഒരു കൊട്ടാരം പണിയാൻ വിശുദ്ധ തോമസിനോട് ആവശ്യപ്പെട്ടു. എന്നാൽ അപ്പോസ്തലൻ ആ പണം മുഴുവൻ ദരിദ്രർക്കായി ചെലവഴിക്കുകയും ഇതിൽ കുപിതനായ രാജാവ് അദ്ദേഹത്തെ തടവിലാക്കുകയും ചെയ്തു. പിന്നീട് രാജാവിന്റെ സഹോദരനായ ഗാഡ് മരണമടയുകയും എന്നാൽ അത്ഭുതകരമായി തിരിച്ചു വന്ന അദ്ദേഹം തോമസ് രാജാവിനായി സ്വർഗത്തിൽ പണിത കൊട്ടാരത്തിന്റെ മനോഹാരിതയെക്കുറിച്ച് വിവരിക്കുകയും ചെയ്തു. ഇതിനെ തുടർന്ന് രാജാവും ഗാഡും മാമോദീസ സ്വീകരിക്കുകയും രാജ്യത്തുടനീളം ക്രിസ്തീയ വിശ്വാസം പ്രസംഗിക്കാൻ അപ്പോസ്തലന് അനുവാദം ലഭിക്കുകയും ചെയ്തു. പിന്നീട് മറ്റൊരു രാജ്യത്തെ രാജാവായ അസ്ദാദിയുടെ ക്ഷണപ്രകാരം അദ്ദേഹം അവിടേക്ക് പോയെങ്കിലും രാജാവ് തോമസിനോട് കോപിഷ്ഠനാവുകയും അദ്ദേഹത്തെ കുത്തി കൊലപ്പെടുത്തുകയും ചെയ്തു. കുറച്ചു കാലത്തിന് ശേഷം അസ്ദായി വിശുദ്ധ തോമസിന്റെ ശവകുടീരം തുറന്നു നോക്കിയപ്പോൾ അത് ശൂന്യമായി കാണപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം മോഷ്ടിക്കപ്പെടുകയും അന്തിമ വിശ്രമ സ്ഥലമായ മെസൊപ്പൊട്ടേമിയയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തുവെന്ന് രാജാവ് മനസ്സിലാക്കി. ഇനി അടുത്ത ഭാഗമാണ് മൈലാപ്പൂർ പാരമ്പര്യം എന്നുള്ളത്. 3-4 ഭാഗമാണ് നമ്മൾ ഇതിനെ തിരിച്ചു കണ്ടത്. മൈലാപ്പൂർ പാരമ്പര്യം, ട്രഡീഷൻ. ഈ പാരമ്പര്യം കൊറോമണ്ടൽ പാരമ്പര്യം എന്നും അറിയപ്പെടുന്നു. പോർച്ചുഗീസുകാർ ഈ പാരമ്പര്യത്തിന് വലിയ പ്രാധാന്യം നൽകിയിരുന്നു. പോർച്ചുഗീസുകാർ ആദ്യമായി മൈലാപ്പൂർ സന്ദർശിച്ചു. എന്നാൽ അതിനു മുമ്പ് തന്നെ ആ സ്ഥലത്തെക്കുറിച്ചും അവിടുത്തെ ശവകുടീരത്തെക്കുറിച്ചും അവർ കേട്ടിരുന്നു. വിശുദ്ധ തോമസിന്റെ ഇന്ത്യൻ ദൗത്യവുമായി ബന്ധപ്പെട്ട പ്രാദേശിക പാരമ്പര്യങ്ങൾ ശേഖരിക്കുന്നതിനായി അവർ ധാരാളം സമയം ചെലവഴിച്ചു. 1533 പോർച്ചുഗീസ് രാജാവിന്റെ ഉത്തരവിൽ പ്രകാരം ഒരു ഔദ്യോഗിക അന്വേഷണം നടന്നു. വിശുദ്ധ തോമസിനെ കുറിച്ച് പ്രദേശവാസികൾക്ക് പറയാനുണ്ടായിരുന്ന കാര്യങ്ങൾ വിളിച്ചത് കൊണ്ടുവരികയും രേഖപ്പെടുത്തുകയും ചെയ്തത് ഈ അന്വേഷണത്തിലൂടെയാണ്. മൈലാപ്പൂർ പാരമ്പര്യത്തിന്റെ പ്രധാന ഉറവിടം റോമോണ്ടൽ തീരത്തുള്ള ജനങ്ങൾക്കിടയിൽ നിലനിന്നിരുന്ന വാമൊഴി പാരമ്പര്യമായിരുന്നു. 1533 റിപ്പോർട്ടിലെ സാക്ഷിയായ ബെറോസിന്റെ അഭിപ്രായത്തിൽ 80-നും 90-നും ഇടയിൽ പ്രായമുള്ള ഹിന്ദു, ബ്രാഹ്മൺ, മുസ്ലിങ്ങൾ, ഇന്ത്യക്കാർ, വിദേശികൾ എന്നിവർ ഈ അന്വേഷണത്തിൽ ഉൾപ്പെട്ടിരുന്നു. ഈ പാരമ്പര്യം അനുസരിച്ച് മലബാർ തീരത്തെ ഫലപ്രദമായ ശുശ്രൂഷയ്ക്ക് ശേഷം വിശുദ്ധ തോമസ് റോമോണ്ടൽ തീരത്തേക്ക് പോവുകയും അവിടെ സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്തു. അപ്പോസ്തലൻ പ്രവർത്തിച്ച അത്ഭുതങ്ങൾ, പ്രത്യേകിച്ച് ഒരു ഭവനമോ പള്ളിയോ നിർമ്മിച്ചത് ഇത് പിന്നീട് വിശുദ്ധനായ മനുഷ്യന്റെ ഭവനം എന്ന് അറിയപ്പെട്ടു. മൈലാപ്പൂർ പാരമ്പര്യത്തിന്റെ പ്രധാന സവിശേഷതകളിൽ ഒന്നാണ് ഉയർന്ന ജാതിക്കാരായ പല ബ്രാഹ്മണരെയും അദ്ദേഹം ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്തു എന്ന് പറയപ്പെടുന്നത്. എന്നാൽ കടുത്ത യഥാസ്ഥിതനായ ചില ബ്രാഹ്മണന്മാർക്ക് തങ്ങളോട് ഒരു പുതിയ മതം പ്രസംഗിക്കുന്നത് ഇഷ്ടപ്പെട്ടില്ല. അവർ വിശുദ്ധ തോമസിനെ പീഡിപ്പിക്കാൻ തുടങ്ങി. ഇത് ഒടുവിൽ സെന്റ് തോമസ് മൗണ്ട്, തമിഴിൽ ഫറങ്കി മലൈ എന്ന സ്ഥലത്ത് അദ്ദേഹം നിർമ്മിച്ച ദേവാലയത്തിൽ വെച്ച് അദ്ദേഹത്തെ വധിച്ചു. ഒരു കുന്തം ഉപയോഗിച്ചാണ് അവർ അദ്ദേഹത്തെ കൊലപ്പെടുത്തിയത്. പിന്നീട് അദ്ദേഹത്തിന്റെ അനുയായികൾ മൃതദേഹം ഏറ്റുവാങ്ങി മൈലാപ്പൂരിൽ സംസ്കരിച്ചു. വിശുദ്ധ തോമസിന്റേതെന്ന് കരുതപ്പെടുന്ന ഒരു പാദമുദ്ര കാൽപ്പാട് ഈ പാരമ്പര്യത്തെ അനുകൂലിക്കുവാൻ തെളിവായി ചൂണ്ടിക്കാണിക്കുന്നു. ഇതാണ് ഈ ഭാഗം നമ്മളെ പഠിപ്പിക്കുന്നത്. ബർത്തലോമിയോയുമായുള്ള ബന്ധപ്പെട്ട സാഹചര്യത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തി ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഇന്ത്യയിലെ വിശുദ്ധ ബർത്തലോമിയോയുടെ സുവിശേഷ പ്രവർത്തനങ്ങളെ കുറിച്ച് യേസുരിയായിലെ യൂസബിയേസും വിശുദ്ധ ജെറോമും പ്രതിപാദിക്കുന്നുണ്ട്. 2-ാം നൂറ്റാണ്ടിൽ പാൻഡനീസ് ഇന്ത്യ സന്ദർശിച്ചതിനെ കുറിച്ച് ഈ 2 എഴുത്തുകാരും പരാമർശിക്കുന്നു. യൂസബിയസിന്റെ അഭിപ്രായത്തിൽ പാൻഡിനസ് ഇന്ത്യയിലെത്തുകയും അവിടെ വെച്ച് മത്തായിയുടെ സുവിശേഷം കണ്ടെത്തുകയും ചെയ്തു. യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാരിൽ ഒരാളായ ബർത്തലോമിയോ അവിടെ സുവിശേഷം പ്രസംഗിക്കുകയും ഹീബ്രു ഭാഷയിലുള്ള മത്തായിയുടെ സുവിശേഷത്തിന്റെ പ്രതി അവിടെ അവശേഷിപ്പിക്കപ്പെടുകയും ചെയ്തിരുന്നുവെന്നാണ് ഈ പാരമ്പര്യം പറയുന്നത്. വിശുദ്ധ ജെറോമിന്റെ വിവരണം അനുസരിച്ച് അലക്സാണ്ട്രിയയിലെ ബിഷപ്പായിരുന്ന ഡെമെട്രിയസ് അവിടുത്തെ പ്രതിനിധികളുടെ അഭ്യർത്ഥന മാനിച്ചാണ് പാൻഡിനസിനെ ഇന്ത്യയിലേക്ക് അയച്ചത്. ഇന്ത്യയിൽ എത്തിയ പാൻഡിനസ് യേശുക്രിസ്തുവിന്റെ 12 അപ്പോസ്തലന്മാരിൽ ഒരാളായ ബർത്തലോമിയോ അവിടെ സുവിശേഷം പ്രസംഗിക്കുകയും മത്തായിയുടെ സുവിശേഷത്തിന്റെ പ്രതി അവിടെ അവശേഷിപ്പിക്കുകയും ചെയ്തിരുന്നതായി കണ്ടെത്തി. അലക്സാണ്ട്രിയയിലേക്ക് മടങ്ങുമ്പോൾ പാൻഡിനസ് മത്തായിയുടെ സുവിശേഷം കൂടെ കൊണ്ടുപോയി. മിക്ക പണ്ഡിതന്മാരും ഈ പാരമ്പര്യത്തിന് വലിയ പ്രാധാന്യം നൽകുന്നില്ല. എന്നാൽ ഈ വാദം നിലനിൽക്കുന്നതല്ലെന്ന് തെളിയിക്കാൻ ഫാദർ പെരുമാളിലും GM മൊറോസും ശ്രമിച്ചിട്ടുണ്ട്. കൊങ്കൺ തീരത്തുള്ള ബോംബെ മേഖലയാണ് പുരാതന നഗരമായ കല്യാണിന്റെ പേരിൽ അറിയപ്പെടുന്ന പ്രദേശം. ബർത്തലോമിയോയുടെ പ്രവർത്തന മണ്ഡലമാണെന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നു. പേർഷ്യൻ സഭയുടെ നിയന്ത്രണത്തിലായിരുന്ന സെന്റ് തോമസ് ക്രിസ്ത്യാനികളുമായി ക്രിസ്ത്യാനികൾ ലയിച്ചു ചേർന്നുവെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. എന്നാൽ പോർച്ചുഗീസുകാരുടെ വരവിന് ശേഷമാണ് ബർത്തലോമിയോ ക്രിസ്ത്യാനികൾ ബോംബെയിലെ ക്രിസ്ത്യാനികളുമായി ലയിച്ചു ചേർന്നതെന്ന് ഫാദർ പെരുമാളിൽ വാദിക്കുന്നു. അപ്പോ അപ്പോസ്തലനായിരിക്കുന്ന തോമസ് ഇന്ത്യയിൽ വന്നു എന്നും വന്നില്ല എന്നും പ്രതിപാദിക്കുന്നതായിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ പഠിച്ചത്.